നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൻ പക്ഷിക്കടത്ത് 2 പേരെ പിടികൂടി. വേഴാമ്പൽ ഉൾപ്പെടെ 14 ഇനം അപൂർവ ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ലക്ഷങ്ങൾ വില വരുന്ന പക്ഷികളെയാണ് കടത്തത്. മാത്രമല്ല നിരോധിക്കപ്പെട്ടവയാണ്, പലരും ലിസ്റ്റ് ചെയ്യപ്പെട്ട പക്ഷികളാണല്ലേ? തീർച്ചയായും അജിംഷാദ്, അതായത് ഇത്തരത്തിൽ പക്ഷികളെ കടത്താനോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്താനോ അല്ലെങ്കിൽ വളർത്താനോ ഉള്ള നിയമമില്ല. അങ്ങനെ നിയമവിരുദ്ധമായാണ് ഈ പക്ഷികളെ കടത്തിയിട്ടുള്ളത്. വേഴാമ്പൽ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14 പക്ഷികളുണ്ട്. ഇത് 3 വിഭാഗത്തിലായി തിരിക്കാവുന്ന പക്ഷികൾ ഇതിനുണ്ട്. 3 കാറ്റഗറിയായിട്ട് ഈ പക്ഷികളെ തിരിച്ചിട്ടുണ്ട്. അതിൽ 25,000 മുതൽ 3 ലക്ഷം രൂപ വരെ വിലയുള്ള പക്ഷികൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ പക്ഷികളെ പിടികൂടുന്നത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ ഞായറാഴ്ച രാത്രി തായ്ലൻഡ് എയർലൈൻസിൻ്റെ വിമാനത്തിലെത്തിയ 2 യാത്രക്കാർ ഇവരെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നു. സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മറുപടി വീണ്ടും സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ബാഗേജുകൾ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ശ്രദ്ധാപൂർവം ബാഗേജ് പരിശോധിക്കുമ്പോൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ളിൽ ചിറകടി ശബ്ദം പോലെ കേൾക്കുന്നു. അങ്ങനെയാണ് ബാഗേജുകൾ തുറന്ന് പരിശോധിച്ചത്. ഈ തുറന്ന് പരിശോധിച്ചതിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വലിയൊരു പക്ഷിക്കടത്ത് കണ്ടെത്തുന്നത്. അങ്ങനെ പക്ഷികളെയും ഈ യാത്രക്കാരെയും കസ്റ്റംസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം വനം വകുപ്പിന് കൈമാറി. കാരണം നിരോധിക്കപ്പെട്ട രീതിയിൽ പക്ഷിക്കടത്ത് എന്ന് പറയുന്നത് ആ ഒരു പ്രവർത്തനം അത് വനം വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്. ഇനി സംയുക്തമായി കൊച്ചി കസ്റ്റംസും വനം വകുപ്പും ചേർന്ന് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തും. കസ്റ്റഡിയിലായ യാത്രക്കാർ തിരുവനന്തപുരം സ്വദേശികളാണ്. ബിന്ദു, ശരത് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഈ പിടികൂടിയ പക്ഷികളെയും കൈമാറിയിട്ടുണ്ട്. പക്ഷികളെ ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് വനം വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടികൾ, നിയമപരമായ നടപടികളും മറ്റ് പരിശോധനകളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായ ശേഷം തിരികെ ഈ പക്ഷികളെ തന്നെ ഏത് രാജ്യത്തു നിന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തിരികെ അവിടേക്ക് അയക്കുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യലുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ ഇന്ന് ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ 2 പേരും പറഞ്ഞത് 75,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ കടത്ത് നടത്തിയത് എന്നാണ്. എന്തായാലും ഈ പ്രതികളെ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ തുടർ നടപടികളും മറ്റ് ഏതൊക്കെ ഇനം പക്ഷികളാണ്? ഈ വേഴാമ്പൽ മുതൽ ഈ വലിയ ലക്ഷങ്ങൾ വില വരുന്ന പക്ഷികളുണ്ട് എന്ന് പറയുന്നു. ഇത് ഏതൊക്കെ ഇനം പക്ഷികളാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് വളർത്താനായിട്ടാണോ കൊണ്ടുവന്നത്? മറ്റെന്തെങ്കിലും നിഗൂഢതകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? ഈ ഇനം തിരിച്ച് ആ പക്ഷികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമായിട്ടുണ്ടോ? അജിംഷാദ്, ഇത് വളർത്തുക അല്ലെങ്കിൽ വളർത്തുന്നതിനായി കൈമാറുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ വലിയ വിലയ്ക്ക് വിറ്റ് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് പക്ഷികളെ കടത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 3 തരത്തിൽപ്പെട്ട പക്ഷികളുണ്ട്. അതിൽ ഒരു വിഭാഗം വീട്ടിൽ നമുക്ക് ഭക്ഷണം കൊടുത്ത് ഓമനകളായി വളർത്താവുന്ന ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തമായി ഇര തേടാവുന്ന പക്ഷികളുണ്ട്. അതല്ലാതെ ഈ ഓമനിച്ച് വളർത്തുന്നതും അല്ലാതെയും ഇപ്പോൾ കൂട്ടിലിട്ട് വീട്ടിലൊക്കെ വളർത്താവുന്ന രീതിയിൽ തത്തകളെ വളർത്തുന്ന പോലെ വളർത്താവുന്ന രീതിയിലുള്ള അങ്ങനെ 3 ഇനത്തിൽപ്പെട്ട അതിനൊരു പ്രത്യേക പേര് കൊടുത്ത് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും അങ്ങനെ 3 തരം പക്ഷികൾ സ്വന്തമായി വേട്ടയാടി പിടിക്കാൻ കഴിവുള്ളവ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മറ്റ് പക്ഷികളെയോ മറ്റ് ജീവികളെയോ അവ തന്നെ വേട്ടയാടി പിടിച്ചോളും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ വേഴാമ്പൽ പോലെയുള്ള ചില പക്ഷികൾ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ വന്യ സ്വഭാവമുള്ള പക്ഷികളുണ്ട്. അതോടൊപ്പം തന്നെ പെറ്റ്സായി ഇതിൽ പ്രധാനമായും കാണുന്ന കുറ്റകൃത്യം തിയോഫിൻ, ഇതിൽ പ്രധാനമായും കാണുന്ന കുറ്റകൃത്യം ഈ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടവയുണ്ട്. അതായത് പ്രത്യേകം കാറ്റഗറി ചെയ്തത് വംശനാശ ഭീഷണി നേരിടുന്നതും വനം വകുപ്പും ഒക്കെ ബന്ധപ്പെട്ട് വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പക്ഷികളെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മാൻ മറ്റ് പല രാജ്യങ്ങളിലും അതിനെ വളർത്താനും കൊല്ലാനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ അവിടെ നിന്ന് മാനെ കൊണ്ടുവരുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മയിലിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഈ കാറ്റഗറി ലിസ്റ്റ് ചെയ്തപ്പെട്ട പക്ഷികളെ കൊണ്ടുവന്ന നിയമവിരുദ്ധതയാണോ ഇതിലുള്ളത്? അതോ ടാക്സ് വെട്ടിച്ച് ഇങ്ങനെ കടത്തുന്ന ഒരു മാഫിയ പ്രവർത്തനമുണ്ടോ? കാരണം ഇതിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആലപ്പുഴ ബ്യൂറോ ഒക്കെ ചെയ്തിട്ടുള്ള വാർത്തകളാണത്.
അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ളിൽ ഒരുപക്ഷെ പണം അല്ലെങ്കിൽ കള്ളപ്പണം കടത്തുക എന്നത് ഒരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആദ്യം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നടപടികൾ ഇതിന്റെ മറവിൽ നടപ്പാക്കുക എന്ന് നമ്മുടെ അജിംഷാദ് അങ്ങനെ ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം നിലവിൽ കസ്റ്റംസിനെ സംബന്ധിച്ചില്ല. കാരണം നിരോധിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഈ പക്ഷികളെ ഇവിടേക്ക് കടത്തി എന്നതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം പക്ഷികളെ പല പക്ഷികളെയും കാറ്റഗറൈസ് ചെയ്ത പക്ഷികളെ വളർത്താനുള്ള അനുവാദം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ കൂടി മറ്റു പല രാജ്യങ്ങളിലും ഈ പക്ഷികളെ ഓമനയെ വളർത്താവുന്നതാണ്. വന്യ സ്വഭാവമുള്ള ജീവികളെയും പക്ഷികളെയും ഒക്കെ വളർത്താനുള്ള അനുവാദവുമുണ്ട്. പക്ഷേ അങ്ങനെ അനുവാദമുണ്ടെങ്കിൽ പോലും അത്തരം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത്തരം പക്ഷികളെ കയറ്റുമതി ചെയ്യാൻ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദമില്ല. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയെങ്കിൽ ഈ പക്ഷികളെ കൊണ്ടുവരുന്നതിനായി ഇവർ ഉപയോഗിച്ചത് നിയമവിരുദ്ധ മാർഗമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ശിക്ഷാർഹമായ കുറ്റമാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിൽപ്പെടുന്നതാണ് ഇതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമപരമായ മാർഗത്തിലൂടെയല്ല. ഞാൻ അത് പ്രത്യേകം എടുത്തു പറയാനൊരു കാരണം, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിയമപരമായി തന്നെ അനിമൽ ക്വാറന്റൈൻ സംവിധാനത്തിലൂടെ ഓമന മൃഗങ്ങൾക്ക്, അത് പെറ്റ്സ് മൃഗങ്ങളായാലും പക്ഷികളായാലും, അവയ്ക്ക് പ്രത്യേക ഒരു പാസ്പോർട്ട് സംവിധാനം കൂടി ഏർപ്പെടുത്തി ആ അനിമൽ ക്വാറന്റൈൻ സംവിധാനത്തിലൂടെ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു 1.5 മാസം മുൻപ് ഒരുക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പൂച്ചയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ സംഭവം, അതായത് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള പക്ഷികളൊന്നും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതല്ല. ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. അത് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ വിലയ്ക്ക് ഈ പക്ഷികളെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ഒരു പക്ഷേ ഇതിന് പിന്നൊരു വലിയൊരു റാക്കറ്റ്. ശരിയാണ്. ഈ അടുത്തിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓമനകളെ ഒപ്പം വിമാനത്തിൽ കൂട്ടാം എന്ന ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ മറവൊക്കെ പിടിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള കടത്ത് ദുരുപയോഗം ചെയ്തത്. എന്തായിരുന്നാലും തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.